ആമേൻ. സ്തോത്രം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബത്ലഹേമ്യനായ ഇശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുവന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറക. ഇശ്ശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ചു, അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. മതി സിസ്റ്റർ, മതി. ആമേൻ. മതി. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ആമീൻ. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവന്റെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ഹാലെ, ഇന്ന് നമ്മുടെ വചനം അത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യം അതാണ്. ഹാലെ, കാരണം ഇവിടെ ഹാലയില്ല, മനുഷ്യരെപ്പോഴും പുറമേ ഉള്ളതാ പലതും നോക്കുന്ന. ഹാലയില് ഇല്ല, ഒരു മനുഷ്യനെ കണ്ടാൽ പോലും നമ്മുടെയൊക്കെ മനസ്സിലായാലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആ മനുഷ്യരുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയാ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഡ്രസ്സിങ്, ഹാലയില് അവരുടെ ഇതൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലേ. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഒരിടത്ത് ചെന്നാൽ ഒരു മനുഷ്യന് സ്ഥാനം ലഭിക്കുന്നത് എങ്ങനെയാ? അവന്റെ രൂപത്തിലും അവന്റെ ഡ്രസ്സിങ്ങിലും ആ മേഹാലി ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് യേശുക്കത്ത് നേരത്തെ പറഞ്ഞാണ്, ഒരാൾ വരുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മോതിരമൊക്കെ ഇട്ട് വന്നാൽ ഇവിടെ ഇരിക്കുകയെന്ന്. ഒരുവൻ ഒരു പഴയ വസ്ത്രമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നീ അവിടെ താഴെ ഇടങ്ങളിൽ അല്ല ഇവിടെ നിന്നോളം പറയുന്ന സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. കാരണം എന്താ? ആ മനുഷ്യന്റെ സ്വഭാവം ഇതാന്ന് ദൈവത്തിന് കർത്താവ് അറിയാവുന്നതുകൊണ്ടാണ്. ഇവിടെ ശമൂവേൽ അതുപോലെ തന്നെയാണ് ചെയ്തത്. ഹാലയിലെ ശമൂവേലിന് ഏലിയാബിനെ കണ്ടപ്പോൾ വിചാരിച്ച് നല്ല പൊക്കും, നല്ല ഉള്ള ആള് കേട്ടോ, രാജാവായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള. ആദ്യത്തെ രാജാവിന് എങ്ങനെയായിരുന്നു? ശൗലിന് നല്ല ഉയരവും ഹാലയില് നല്ല ഭംഗിയും ഒക്കെയുള്ള ആയിരുന്നു അല്ലേ. എല്ലാവരുടെ ഇടയ്ക്ക് നിന്ന് ഒന്ന് കാണും, ഒരു തലയെടുപ്പൊക്കെ ഉള്ള ആളായിരുന്നു ശൗല്. പക്ഷെ വല്ല ഗുണം ഉണ്ടായിരുന്നോ? ഇല്ല. ഹാലയിൽ നമ്മൾ മനുഷ്യരും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹാലയില് നമ്മുടെ ഒരു വിവാഹാലോചന എന്നാൽ പോലും, ഒരു കല്യാണാലോചന നമ്മൾ ആദ്യമേ ഹാലയില്ല നോക്കുന്നത് എന്താ? ചെറുക്കൻ കൊള്ളാവോ, അല്ലെ പെണ്ണ് കൊള്ളാവോ, ഇതാ നോക്കുന്നത്. പിന്നെ രണ്ടാമതാണ് അതിന്റെ ബാക്കിയുള്ള ഇന്നർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഇത് തന്നെയാണ് ഹാല. അതുകൊണ്ട് ദൈവോട് പറയാണ്, മനുഷ്യൻ പുറമേ ഉള്ളത് വെച്ച് നോക്കുന്നത്. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ വീടിന്റെ അന്തരീക്ഷം നോക്കുമ്പോൾ ഹാലയിലെ ഒരു വീട്ടിലേക്ക് ആ ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു ബിസിനസ് ഒരു സ്ഥാപനത്തിലേക്ക് കയറി എല്ലായിടത്തും നമ്മൾ നോക്കുന്നത് പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ഹാല ഇന്നലെ നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓണർ റോയ് ഹാലലിയ ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണമെന്ന് ചിലപ്പോൾ പല കാര്യങ്ങൾ പറയും. പക്ഷെ എന്നാലും എന്താണ് കാരണം? ഇന്നത്തെ വർഷങ്ങളായിട്ട് ഹാലയില്ലേ 3 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം നന്നായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന ആ ഒരു മനുഷ്യരാണ്. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ള് നമുക്ക് അറിയില്ല. നമ്മൾ പുറമേ ഉള്ളത് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഹാലേലിയ തീരുമാനിക്കുന്നതിന് ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ. ഇവിടെ ദൈവം ശമൂവേലിനോട് പറയുന്ന അതേ കാര്യം തന്നെ നമ്മൾ ഓരോരുത്തരോടും ദൈവത്തിനായിരുന്നു പറയുന്നത്. നമ്മളെ പലപ്പോഴും ഹാലേലിയ പല മനുഷ്യരെയും വിലയിരുത്തുന്നത് അവരുടെ പുറമേ ഉള്ളത് കണ്ടിട്ടാണ് ഹാലേലിയ അവരാകും. പക്ഷെ ദൈവം എപ്പോഴും നോക്കുന്നത് ഹൃദയത്തെങ്കിലേക്ക് നോക്കും. ഹൃദയം എങ്ങനെയാണ്, ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഹാലേലിയ ദൈവത്തുള്ള സ്നേഹം എങ്ങനെയാണ്, ഹാലേലിയ ദൈവം ഹാലേലിയ നമ്മുടെ പ്രവൃത്തികൾ എവിടെയാണ്? വെളിപ്പാട് പുസ്തകത്തിൽ യഥാർത്ഥമായിട്ട് കർത്താവ് പല സമയം നിന്റെ പ്രവൃത്തി ഞാൻ എന്താ പ്രവൃത്തി? നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതാ അതിനെ സംസാരിക്കുന്നത് അല്ലേ. ഹൃദയത്തെ എന്താണോ
അതാണ്. അല്ലെ ആമേ മതി. സുവിശേഷ യേശപ്പച്ചും പറഞ്ഞു ഹാലലിയ, അകത്തേക്ക് പോകുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ്. എന്താ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ഹാലലിയ. നമ്മുടെ പാപ സ്വഭാവം എവിടെയാ വരുന്നത് വെച്ചാൽ ഹൃദയത്തിലാ വരുന്നത്. ഹാലേലിയ. ആമേ ഇവിടെ നമ്മൾ മറ്റേ ഒരിടത്ത് പറയുന്നുണ്ട്, ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹിച്ച നമ്മുടെ ഭക്ഷണത്തിന് നമുക്ക് നമുക്ക് ഭക്ഷണം എവിടത്തേക്ക് വേണ്ട, വയറിനെ വേണ്ടുന്നത്. പക്ഷെ ആഗ്രഹം എവിടെ വരുന്നത്? ഹൃദയത്തിലാണെന്ന്. പിസ്സ കഴിക്കണം, ഹാലയിൽ അല്ലെ KFC കഴിക്കണം, ഹാലയിൽ എവിടെ ആഗ്രഹം വരുന്നത്? ഹൃദയത്തിലാണ് വരുന്നത്. ഭക്ഷണം വയറിനുള്ളതാ, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? ഹൃദയം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹൃദയത്തെയാണ് ഹാലേലിയ കർത്താവ് നോക്കുന്നത്. മറ്റിടത്ത് നമുക്ക് കാണാം കർത്താവ് തന്നെ പറയുന്നത്, നിന്റെ ഹൃദയം എന്റെ കയ്യിലിരിക്കുക, ഞാനത് ഇടയ്ക്കിടയ്ക്ക് തൂക്കി നോക്കും. എവിടെ കുറവുള്ളവരായി നിങ്ങൾ കാണരുത് എന്ന് പറയുന്നുണ്ട്. ഹാലേലിയ. ദാവീദിനെ കുറിച്ച് ദൈവം പിന്നീട് പറഞ്ഞു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇവിടെയൊക്കെ കർത്താവ് പറയുന്നൊരു കാര്യം ഹൃദയമാണ്. നമുക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരിൽ പ്രോബ്ലം ഉള്ളത് ഹാർട്ടിനാ പ്രോബ്ലം ഉള്ളത്. കാർഡിയോളജിസ്റ്റുമാരുടെയൊക്കെ മുമ്പിൽ ചെന്നിട്ട് ഇനാൻറ്റി അങ്ങനെയല്ലേ, കാർഡിയോളജിസ്റ്റുമാരുടെയൊക്കെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യൂ കാണുന്നത് കാർഡിയോളജിസ്റ്റ് മുമ്പിലാണ് പേഷ്യൻസ് കൊണ്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് മനുഷ്യനെല്ലാം ഹൃദയത്തിൽ അസുഖം. കാരണം എന്താ വെച്ചാൽ ഹൃദയത്തിലാണല്ലോ ഈ വൈരാഗ്യവും വെറുപ്പും അസൂയയും കുശുമ്പും പകയും ഇതെല്ലാം കുത്തി നിറച്ച് വെച്ചത് നമ്മുടെ ഹൃദയത്തിലാണ്. കുറച്ച് നമ്മൾ ഹൃദയം വിചാരിക്കുന്നതെല്ലാം കുത്തി ഞെരിഞ്ഞ് ചെയ്തപ്പോഴത്തേന് അത് പൊട്ടും. അത് താങ്ങാൻ പറ്റാതെ. അതുകൊണ്ട് ഹൃദയം അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം നമ്മുടെ ഹൃദയത്തെ ഇന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേർക്ക് എനിക്ക് ആരോടും ഒരു വെറുപ്പില്ല, ആരോടും ഒരു പിണക്കമില്ല, എനിക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ പറയും, ഇതൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മുടെയൊക്കെ ഹൃദയത്തിലൊന്നും ഇങ്ങനെ കർത്താവ്, ഞാൻ പറയാം ഒരിക്കല് ഒരു ദൈവദാസം പറയും ഇങ്ങനെ, നമുക്ക് ആരുടെങ്കിലൊക്കെ ഇപ്പൊ പകയും പിണക്കം അല്ലെങ്കിൽ എന്തെങ്കിലും വെറുപ്പോ എന്തെങ്കിലും കയ്പൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറയാം അങ്ങനെ ആരോടൊന്നും ഇല്ല. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു പേപ്പറും പേരും എടുക്കും സിസ്റ്റർ, എന്നിട്ട് പോയിരുന്നിട്ട് പയ്യെ ആലോചിച്ച് എഴുതാൻ തുടങ്ങും. അപ്പൊ എഴുതുമ്പോൾ അതിനകത്ത് കിട്ടും എന്നിട്ട് അവരുടെ പേര് കൈ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറയണം. നേരിട്ട് വിളിക്ക്, പറയാൻ പറ്റുന്നില്ല, ഫോൺ വിളിക്കാനോ കാണാനോ പറ്റുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ, പിന്നെ ഒന്നോ രണ്ടാൾക്കാരെ കാണാന്ന് വെച്ചാൽ പേപ്പറും പേരും എടുത്തു. അവസാനം പേപ്പറിന്റെ വലിയൊരു A4 ഷീറ്റ് പേപ്പറിന്റെ 2 പേജ് എഴുതിയിട്ടും തീരുന്നില്ല. കാരണം ഓർത്ത് നോക്കിയപ്പോ നമ്മുടെ ഉള്ളിലല്ല ഈ പിണക്കമൊക്കെ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ കുഞ്ഞുനാൾ അറിയുന്നത്. ഈ പിണക്കമൊക്കെ വെച്ചോണ്ടിരിക്കുന്ന വ്യക്തികളെ നോക്കിയപ്പോ 2 പേജിന്റെ 2 ഷീറ്റ് എഴുതിയിട്ടും തീരുന്നില്ല. കാരണം വെച്ചാ ഇതുപോലെ ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. കാരണം നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നവര് അല്ലെ എന്തെങ്കിലും ചെറിയ കാര്യം വെച്ച് പിന്നെ അവരെ കൊണ്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് പറയാ, അവരോടുള്ള പിണക്കമുള്ളത് കൊണ്ടാണ്. ഹാലേലിയ. പലരെയും കാണുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ പാവം മാറുന്നത് പിണക്കമുള്ളതുകൊണ്ട്. പലരുടെയും പേര് കേൾക്കുമ്പോൾ നമ്മുടെ മുഖം ഹാലേലി ഇരുളുന്നത് അത് അവരുടെ പിണക്കമുള്ളതുകൊണ്ട്. പക്ഷെ ഇതെല്ലാം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നത്. ഈ ഹൃദയത്തിൽ ഇതെല്ലാം നിറച്ചു വെച്ചിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഹാലേലിയ, എത്രയൊക്കെ ഉപവസിച്ചാലും എത്രയൊക്കെ ആരാധിച്ചെന്ന് പറഞ്ഞാലും ചീഞ്ഞ അതിന്റെ കരുത്തിലിരിക്കുന്ന ലഡു പോലെയായിരിക്കും അത്. ദൈവം അത് സ്വീകരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയം ഈ ദിവസങ്ങളിൽ ശുദ്ധമാക്കണം. നമ്മളെ ചിലപ്പോൾ ദ്രോഹിച്ചവരായിരിക്കും, നമ്മളെ കുറിച്ച് ഗോസിപ്പ് ചെയ്തവരായിരിക്കും, നമ്മളെ അപമാനിച്ചവരായിരിക്കും, നമ്മളെ ഹാലേലിയ ചിലപ്പോൾ ഒരു കാരണമില്ലാതെ നമ്മളെ പകയ്ക്കുന്നവരായിരിക്കും. ഇതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അവരോടൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്ന്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ കർത്താവിനോട് എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്ന വചനമാണ്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കണക്ക് നീർത്തോട് കണക്കിരിക്കുന്നു, അങ്ങേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. കർത്താവ് അപ്പൊ എന്നോട് ചോദിച്ചു, നിന്റെ ഹൃദയം അപ്പൊ എവിടെ ഇരിക്കുന്നത്? അപ്പോഴാണ് ഞാനോ ശരിയാണല്ലോ കർത്താവ്. അപ്പോഴാണ് എന്താ നമ്മളെല്ലാം ഹൃദയം കർത്താവിന്റെ കയ്യിലേ ഇരിക്കുന്നത്. കർത്താവ് ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, തൂക്കി തൂക്കി നോക്കും. അപ്പൊ കുറവുള്ളവരാണെങ്കിൽ ഹല്ലേലൂയ അവിടെ അങ്ങനെ കാണരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ ശമൂവേൽ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പശ്ചാത്തലം ഒക്കെ അറിയാം. അതുകൊണ്ട് അതിന്റെ ഭാഗത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന പറഞ്ഞു വിടാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ചില സമയത്തൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ചില വാക്യം വായിക്കാൻ എന്നോട് ഇങ്ങനെ ദൈവാത്മ എനിക്ക് ഞാൻ തന്നെ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ പറയുന്ന ഇശായുടെ ശമൂവേലിന്റെ അടുത്ത് പറയുന്നത്, ഇശായുടെ വീട്ടിലേക്ക് പോകണം, ഞാൻ ബെത്ലഹേമിന ഇശായുടെ മകളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു രാജാവിനെ ദൈവം കണ്ടുവെച്ചു എന്നുള്ളൊരു ഉറപ്പാ.
ഹല്ലേലൂയ. അതുകൊണ്ട് നീ പോണം അഭിഷേകം ചെയ്യുന്നതൊക്കെ പറഞ്ഞ ശമൂവേൽ തിരിച്ചു വന്നത്, അയ്യോ ഞാൻ പോയ ശൗൽ എന്റെ തല വെട്ടും. ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാല് ഒരു ശൗലും തല വെട്ടത്തില്ലെന്നേ. അല്ലേ? ചെയ്യോ? ഇല്ല. കാരണം വെച്ചാ നമ്മുടെ ആദ്യം അന്ത്യം ആയിരുന്നു ദൈവം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവനെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അല്ലെ അമ്മയുടെ ഒരു തുരുവാകുന്ന മുമ്പ് ഞാൻ എവിടം വരെ ജീവിക്കും, എങ്ങനെ ഞാൻ മരിക്കും, എപ്പം ഞാൻ മരിക്കും, ഇതെല്ലാം കർത്താവിനറിയാം. ആ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ ചിലപ്പോഴും ദൈവത്തെ പഠിപ്പിക്കാൻ പോകുപോലെ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കർത്താവ്. എന്നിട്ടും നമ്മുടെ ദൈവം എങ്ങനെയാ നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞാൽ നീ പേടിക്കേണ്ട ഒരു കാര്യം ചെയ്യ്, യാഗം കഴിക്കാൻ പോകുന്നു പറയണ പോക്കോ. ഹല്ലേലൂയ. ശമൂവേലാണെങ്കിൽ അവിടെ ചെന്നപ്പോഴോ ജനങ്ങളൊക്കെ വിറയ്ക്കുക ശമൂവേലിനെ കണ്ടപ്പോഴത്തേന്. ഹല്ലേലൂയ. കാരണം അന്ന് ദൈവത്തിന്റെ ഒരു അഭിഷിക്തന്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകന് ജനം കൊടുക്കുന്ന വിലയാണത് കാണുന്നത്. കാരണം അവരുടെ ബഹുമാനമാണ്. കാരണം ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ അഭിഷിക്തകളെയൊക്കെ ബഹുമാനിച്ചിരുന്ന കാലം. അതുപോലെ ബഹുമാനിക്കണം. കാരണം ചില ആൾക്കാർ ഇരുന്നിട്ട് ദൈവദാസന്മാരെയൊക്കെ ഒരു കാരണമല്ല, അവർക്ക് അവരെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അവരെ കുറിച്ച് ഒരു ബോധം ഉണ്ടാകത്തില്ല. എവിടെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരെ കുറിച്ച് ഇന്ന് അപവാദം പറയാറുണ്ട്. പക്ഷേല് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ആരെയാ തൊടുന്നത്? ആ സമയത്ത് ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായി നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിന് വിരോധമായി നിങ്ങൾ സംസാരിക്കുന്നു അല്ലേ? ദൈവത്തിന് ആർക്കെല്ലാം നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെ ദൈവം പറയും ഒരു ഒന്ന് സഹായിക്കണേ, ദൈവം നിങ്ങൾ എനിക്ക് വായ്പ തന്നിരിക്കുന്നു, അവർക്ക് കൊടുക്കുമോ? അതുപോലെ ദൈവം അങ്ങനെയൊക്കെ ദൈവത്തിന് ദൈവത്തിന് അഭിഷിക്തരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ദൈവത്തിന് തുല്യമായി തന്നെ ദൈവം കൺസിഡർ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാ അവര് വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇതിനെ കുറിച്ച് അത് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും പറയും. പാസ്റ്റർമാർ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാര്, അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഇത് പറയും. ഹല്ലേലൂയ. കാണാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശാപത്തെ വിളിച്ചു വരുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശാപത്തെ വിളിച്ചു വരുത്തുന്നു. നമ്മൾ പറയത്തില്ലേ വെറുതെ വഴി കൂടെ പോകുന്നതിനെ വിളിച്ചു വരുത്തി വീട്ടിൽ കയറ്റുമെന്ന് പറയത്തില്ല, അതേ സ്വഭാവം കാണിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതരങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. വായ തുറന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഹല്ലേലൂയ അവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ നാവിന് കൺട്രോൾ ഇട്ടുകൊള്ളണം. ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്നത് പുറമേ വരുന്നതൊക്കെ പണ്ടൊരിക്കൽ എനിക്കുണ്ട്, ഞാനിപ്പോഴും ഓർക്കാം, നമ്മുടെ വിജയ പാസ്റ്റർക്ക് പറഞ്ഞു, പാസ്റ്റർ എന്തോ അപ്പം പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ട് കൈ ഉയർത്തി അടിക്കാനായിട്ട് തല്ലാനായിട്ട് എന്തോ പറയാം. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ആൻറ്റി, ഞാനങ്ങ് പോയി സങ്കടപ്പെട്ടു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കേണ്ട അപ്പനോട് പറഞ്ഞു. എന്താ രോഗം? അപ്പ എന്താ പറഞ്ഞ് നിന്റെ മകനൊക്കെ ആയിരിക്കും, പക്ഷേങ്കിൽ അവൻ എൻ്റെ ദാസനാണ്. ഹാലേലിയ. ഇപ്പൊ എന്റെ ഇപ്പൊ എന്റെ മോളായിരിക്കും ചിലപ്പോ ആൻമരിയ. ഹാലേലിയ. പക്ഷെ അവളൊരു അഭിഷിക്തയായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശുശ്രൂഷയായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അവളെ തല്ലാനായിട്ട് ദൈവം അധികാരം തന്നിട്ടില്ല. കാരണം അവരുടെ നേരെ കര ഉയർത്താനായിട്ട് എനിക്ക് അധികാരം തന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ഹാലേലിയ അതിന്റെ മേൽ ദൈവത്തിനാണ് കൺട്രോൾ. നമ്മൾ ഓരോരുത്തരും അത് മനസ്സിൽ ഉറപ്പിച്ചു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും അതിനെതിരെ കരമുയർത്തി ആര് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ദൈവം ചോദിക്കും. അപ്പനമ്മ ബന്ധുവൊക്കെ ഇവിടെ ദൈവസന്നിധി നിൽക്കുന്നത് ഹാലേലിയ. ചിലപ്പോൾ മകനാ അല്ലെ മകളാ, ഒരു കാര്യമില്ല. നമ്മൾ ഈ പത്തരക്കാരൊക്കെ കണ്ടിട്ടില്ലേ, സ്വന്തം മക്കളാണെങ്കിൽ അച്ഛനായി അച്ചോ അച്ചോ എന്ന് വിളിക്കുന്നത്. ഞാൻ അപ്പൊ അങ്ങനെ വിളിക്കത്തുള്ളൂ. അത് അവര് കൊടുക്കുന്ന ഒരു ബഹുമാന. അപ്പൊ നമുക്ക് എന്തുപോലെ തോന്നും കേൾക്കുന്ന സമയത്ത്. പക്ഷെ അതുപോലെ തന്നെ ദൈവദാസന്മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ശമൂവേലിന് ദൈവം കൊടുത്തിരുന്ന വില എത്രയാണോ അതുപോലെ ജനം പോലെ ശമൂവേലിനെ കണ്ട് ഭയപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അവര് വിറച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ശമൂവേൽ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് ശമൂവേലിന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യത്തിന് ദൈവം മറുപടി പറയുന്ന വാക്യം നമ്മൾ വായിച്ചത്. ശമൂവേലിനോട് ദൈവം സംസാരിച്ച വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്ന ശമൂവേൽ വീണ്ടും ഇശായുടെ 7 മക്കളെ ഹല്ലേലൂയ
അവിടെ കാണുമ്പോൾ ഇവരായിരിക്കും പക്ഷേ ഹാലയില് എന്നിട്ട് അവസാനം ചോദിക്കുന്ന ദൈവം പറയാം അവരൊന്നുമല്ല, ഞാൻ എല്ലാവരെയൊക്കെ തള്ളിയിരിക്കും, ഇവരൊന്നുമല്ല, ഇവനല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇനി നിന്റെ മക്കളൊക്കെ തീർന്നു വെച്ച് ദാവീദിനെ വരുത്താൻ പറയുന്ന ഹാലയില. ദാവീദിനെ വരുത്തുന്ന ദാവീദിനെ അവരുടെ ഇടയിൽ വെച്ച് ഹാലയില, അവരുടെ മധ്യത്തിൽ വെച്ച് തന്നെ ഹാലയില അഭിഷേകം ചെയ്യുന്ന ഭാഗമൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ച വാക്യം യഹോവ ശമൂവേലിനോട് പൊക്കമോ ഉയരോ ഒന്നും നോക്കരുത് ഹാലയിലുയ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ മനുഷ്യനെ എപ്പോഴും അവൻ പുറമെ ഉള്ളതൊന്നും അല്ല നോക്കും, നമ്മുടെ ഹൃദയം ദൈവത്തോട് എങ്ങനെ ഇരിക്കുന്നതായിരിക്കുന്നു എന്നുള്ള 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട്. വായിച്ചു 13-ന്റെ 14. ഇപ്പോഴോ നിന്റെ രാജ്യത്ത് നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. തനിക്ക് ബോധിച്ച ഒരു മനുഷ്യന് ഹല്ലേലൂയ ദൈവത്തിന് ബോധിച്ചവൻ. ദൈവത്തിന് എങ്ങനെയാ ഒരാളെ നമുക്കൊരാളെ ബോധിക്കുന്നത് എങ്ങനെയാ, നമുക്കൊരാളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താ? ചില ആൾക്കാർ നമ്മൾ പറയാറില്ലേ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവർ മാനത്ത് കാണും. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോ അവർ പ്രവർത്തിക്കും. ഞാനിപ്പോ ആഗ്രഹിക്കണം ഇവിടെ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് തട്ടി വിരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോ എന്റെ മോള് ചെയ്യണം, ഞാൻ വിചാരിക്കും എന്താ ഹല്ലേലൂയ എന്റെ മോളത് ചെയ്യത്തില്ല വേറെ. ആമേൻ. അതുകൊണ്ട് നമ്മളത് വിചാരിക്കുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു നമ്മുടെ ഹൃദയപ്രകാരമുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ബോധിച്ച് നിൽക്കുന്ന, അതുപോലെ ദൈവം എന്താണോ ഹൃദയത്തെ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം ചിന്തിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാകും ദാവീദിന് ദൈവത്തോട് എത്രത്തോളം സ്നേഹവും വിശ്വസ്തതയും ഹൃദയം എത്രത്തോളം ദൈവത്തോട് പറ്റിയിരുന്നു എന്ന്. ഏത് അവസ്ഥയിൽ പോയാലും ദൈവത്തെ പഴി പറയാതെ പിറുപിറുക്കാതെ അവിടെയെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുരിലിന്റെ താഴ്വരയിൽ കടന്നു പോയാലും ഞാൻ അർത്ഥം ഭയപ്പെടത്തില്ല എന്ന് ഉറപ്പോഴും ദാവീദ് പറയാൻ കാരണം വെച്ചാൽ ദാവീദിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സുവിശേഷത്തിൽ കാണാൻ നമ്മുടെ ഹൃദയത്തോട് മാറോട് ചാരിയിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു യോഹന്നാൻ. മാറോട് ചാരിയിരുന്ന യോഹന്നാന്റെ പ്രത്യേകത ഉണ്ടായി. യോഹന്നാൻ വായ തുറന്നാൽ എന്ത് പറയുന്നത്? സ്നേഹം മാത്രം പറയും. സ്നേഹത്തിന്റെ അപ്പോസ്തലന്റെ പേര് വന്ന എന്താണ്? യേശു കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ആ ഹൃദയം എന്താ സംസാരിക്കുന്നത് വ്യക്തമായി കേട്ട വ്യക്തി ആയതുകൊണ്ട് ആ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായ അപ്പോസ്തലൻ വാ തുറന്നാൽ സ്നേഹത്തെ കുറിച്ച് തന്നെ പറയത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്ന എന്റെ ഹൃദയം ഞാനിവിടെ എനിക്ക് ബോധിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ട. അപ്പൊ ദൈവത്തിന് ബോധിക്കുന്നവർ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരായിരിക്കും. ദൈവത്തിന് ബോധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ ഓടി എന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമല്ല നമ്മളെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പറയുന്നത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പൂർത്തീകരിക്കാൻ പൂർണ്ണ സഹിഷ്ണുത നൽകണേന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് ഹൃദയം ഇവിടെ പറയാം എനിക്ക് ബോധിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ദൈവത്തിനോട് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത് എന്താണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുറെ ഇഷ്ടങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അതൊന്നും അല്ലെങ്കിലോ. പണ്ട് അൻഷാബ് എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആ വ്യക്തിയാണ്. മക്കളും മറക്കത്തില്ല. അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിപ്പോ എന്നോട് പറഞ്ഞ് ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവ് എപ്പോഴും പറയും വായി തുറന്ന് പ്രാർത്ഥിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞ നമ്മള് അന്യഭാഷ സംസാരിക്കാൻ ഭാഷ ദൈവത്തോട് ഒത്തിരി ദൈവത്തിന്റെ ഹിതപ്രകാരം പരിശുദ്ധാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. അപ്പൊ പറഞ്ഞ ഞാൻ ഇവിടുന്ന് കർണാടക പ്രാർത്ഥന കർത്താവെ എനിക്കൊരു ബൈക്ക് തരണേ, എനിക്കൊരു ഫ്ലാറ്റ് തരണേ, എനിക്കൊരു നല്ല ശുശ്രൂഷ തരണേ, അല്ലെങ്കിൽ ഇത് തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാതെ ചെയ്യുമ്പോൾ ഞാൻ അന്യഭാഷ പ്രാർത്ഥന പരിശുദ്ധാൻ പറയും കർത്താവ് ഇപ്പൊ ഒരു ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇപ്പൊ ഇത് കൊടുത്താൽ ശരിയാകത്തില്ല, ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ ഏത് നടക്കുന്നു ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാ എന്ത് പ്രാർത്ഥന നടക്കത്തോളൂ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം കുറെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതെന്ന് പറയും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് പറയും, ദൈവത്തിന്റെ ഇഷ്ടം ഇങ്ങോട്ട് പറയും. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ കേട്ടിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കാൻ തുടങ്ങുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ചിലരെന്ത് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും കൊന്നാ ഞങ്ങൾ മാറ്റത്തില്ല, കർത്താവ് അതെല്ലാം മുറുകെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, ഇതും പിടിച്ചു വെച്ച് പ്രാർത്ഥന.
എത്ര നാൾ പ്രാർത്ഥിക്കണം? അവിടെ നിന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ഹാലേലിയ. എന്ന് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുന്ന അന്ന് തന്നെ ഹാലേ നമ്മുടെ ജീവിതത്തിൽ ഹാലേ ദൈവം നമ്മളെ മുൻപോട്ട് ഓടിക്കത്തുള്ളൂ. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മുടെ പദ്ധതി ഒന്നും അല്ല. ഹാലേ ദൈവത്തിന്റെ പദ്ധതികളൊക്കെ നമ്മൾ പറയുന്ന ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ തന്നെയാണ്. ഹാലേലി. ആ പദ്ധതി നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് നമ്മൾ ചേരണം. ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് അറിയണം. നമ്മുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത് കൃത്യമായി ദൈവത്തിന് അറിയാം. ഇല്ലേ? ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞതാ, നീ ഒരു കാര്യം ചിന്തിക്കാൻ പോകുന്ന എന്താന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ എനിക്കറിയാം. കർത്താവിനോടൊക്കെ പറഞ്ഞ നീ അത് ചിന്തിച്ചിട്ടാ ഞാനിങ്ങനെ പക്ഷെ നീ ചിന്തിക്കാൻ പോകുന്ന എന്താന്ന് നീ ചിന്തിക്കുമ്പോൾ എനിക്കറിയാവുന്ന കർത്താവ്. അപ്പൊ അത്രയും വലിയ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്താ ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താ നമ്മളെ കുറിച്ചുള്ളത് നമ്മൾ എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ദൃഷ്ടി എപ്പോഴും പുറമെയാണ് എല്ലാത്തിനും. ഒരാളെ നമ്മൾ വിലയിരുത്തും. ഒരാള് ചർച്ചിലേക്ക് കടന്നു വന്നാൽ പോലും ഹല്ലേലൂയ പല പാസ്റ്റർമാരും ഇന്നത്തെ ഒരു ട്രെൻഡ്, ഇന്നത്തെ ട്രെൻഡ് പ്രാർത്ഥിക്കുന്നത്, അവർ വന്ന കാർ ഏതാന്ന് നോക്കും, അവരുടെ ഡ്രസ് കോഡും നോക്കും, അവർ അവരുടെ വീട് എങ്ങനെയാന്ന് നോക്കും. ഇതൊക്കെ അനുസരിച്ച് പ്രാർത്ഥന കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂടിയ കാറിൽ വരുന്നവർക്കൊക്കെയാണ്. ആ ഭാഗ്യം എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. കാരണം ഞാൻ വിശ്വാസം ഞാൻ ബെൻസ് കാറൊക്കെ ഉപയോഗിച്ചത്. അതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് ഭയങ്കര പരിഗണനയായിരുന്നു. അല്ലേ കാണുക വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ചിന്ത എൻ്റെ കയ്യിൽ കെട്ടുകണക്ക് ഭയങ്കര പൂത്ത കാശാണ്. പക്ഷെ അത് 10 പൈസ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. കാറും നല്ല ബാഗും നല്ല ഡ്രസ്സും നല്ല വാച്ചും ഒക്കെ ഞാൻ പറയാം. ഞാൻ പറയാം ആടെ വാച്ചും ഒക്കെ കെട്ടി ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എവിടെ ചെന്നാലും നമുക്ക് ഭയങ്കര കൺസിഡറേഷൻ ആയിരുന്നു. ഹാലേലിയ. അതെന്താ വെച്ചാൽ പുറമേ ഉള്ളത് നോക്കിയിട്ടാ. എന്റെ പേഴ്സ് തുറന്നു നോക്കിയാൽ മനസ്സിലായത് 10 ദിവസം തികച്ച് കാണത്തില്ല. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്. ഹാലേലിയ. പക്ഷേ ഇന്ന് നമ്മുടെ ദൈവം അങ്ങനെ നോക്കിയിട്ടല്ല. കർത്താവ് നമ്മുടെ കയ്യിലുള്ളത് നോക്കിയിട്ടോ, നമ്മൾ കൊടുക്കുന്നത് നോക്കിയിട്ടോ, നമ്മുടെ ഡ്രസ് കോഡ് നോക്കിയിട്ടോ, ഹാലേലിയ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയം 2 കാശിന് വിധവയുടെ 2 കാശിനെ മാനിച്ച ദൈവമാണ്. അതിനെ സുവിശേഷത്തെ എഴുതി പിടിപ്പിച്ചെങ്കിൽ ഇന്ന് വരെ നമ്മൾ അതിനെ ഇന്ന് വായിക്കുമ്പോഴും അതിനെ ധ്യാനിക്കുമ്പോഴും ആ 2 കാശിട്ട വിധവ ഹാലേലൂയ അതിനെ മാനിച്ച ദൈവം നമ്മുടെ ദൈവത്തെ. നമ്മൾ അങ്ങനെ നമ്മുടെ ദൈവം ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് ദൈവം ഇതിനെ ബഹുമാനിച്ച് ആ സുവിശേഷങ്ങൾ എഴുതി ചേർക്കാൻ ദൈവം മനസ്സ് കാണിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് ഇവിടെ തിരിച്ചറിയണം. മുഖ്യമായി ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്, സാറാമേ സിസ്റ്റർ എനിക്ക് പണ്ട് അതിൽ കൂടെ ഒരു 100 രൂപ തന്നായിരുന്നു. പറഞ്ഞ് ഇന്നത്തെ ഭയങ്കര എല്ലാത്തിലും പബ്ലിഷ് ചെയ്ത് എല്ലായിടത്തും ഇങ്ങനെ പുള്ളിയുടെ ബുക്കിലൊക്കെ എഴുതി വെച്ച് പുള്ളി മരിച്ചു കഴിഞ്ഞാലും എല്ലാവരും വായിക്കും. ഇതൊക്കെ അറിയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കണം അങ്ങനെ ആ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചല്ലേ. ഇതിനെക്കാട്ടി വലിയ അത് ഒരു ഇന്ത്യയുടെ മാത്രം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഈ അഖിലാണ്ടത്തെ ഉടയവനായ സർവ്വ സൃഷ്ടിതാവായ ദൈവം ഒരു വിധവ കൊണ്ടിട്ട് 2 കാശിനെ കുറിച്ച് ആ സുവിശേഷത എഴുതിയെങ്കിൽ അത് എഴുതിപ്പിച്ചെങ്കിൽ അതിന് ദൈവം എത്രത്തോളം വില കിട്ടും. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതെല്ലാം അവളുടെ ഉപജീവനം ഒക്കെ അവൾ കൊണ്ട് ഇട്ടെന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ അവളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു? ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ അവൾ ഏറ്റവും സമ്പന്നയായിരുന്നു. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എവിടെയാണ് വരുന്നത്? എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എല്ലാവരുടെ ആഗ്രഹം എന്താ? അതെവിടെയൊക്കെ ഉള്ളത്? നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളത് അല്ലേ? നമ്മുടെ ചിലപ്പോൾ നമ്മൾ പണ്ട് ഞാൻ പറയാം എക്കണോമിക്സ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈ ആകത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ആർക്കും കൊടുക്കാതെ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. ശേഷം നമ്മൾ ഇല്ലായ്മയിൽ ഹല്ലേലൂയ ഉള്ളതെന്ന് പങ്കുവെച്ച് തുടങ്ങുമ്പോഴേ കൊടുക്കലും കഴിയത്തുള്ളൂ. അല്ലാതെ എന്റെ ആവശ്യം എല്ലാം കഴിഞ്ഞ് ഞാൻ കൂടെ നടക്കുമോ? എന്തെങ്കിലും എന്റെ ആവശ്യം തരുമോ? ഇല്ല. കാരണം എനിക്ക് ഓരോ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ചില ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് എവിടെ വരുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ കയ്യിലൊരു കാശ് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്തെങ്കിലും നമ്മുടെ കാര്യത്തിലേക്ക് കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ ഇത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഹൃദയം ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ ഇതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ മുമ്പോട്ട് പോകുന്നതില്ല. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. 2 ക്രോണിക്കിൾസ് 16:9 വായിക്കാമോ?
യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. ആമേൻ, സ്തോത്രം. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഹാലിയ ദൈവത്തോട് മാത്രം പറ്റിയിരിക്കുന്ന ഏകാഗ്ര ചിത്തൻ എന്ന് വെച്ചാൽ എന്താ? ഹൃദയത്തിൽ മറ്റു ചിന്തകളൊന്നും പലവിധ ചിന്തകളൊന്നും ഇല്ലാതെ ഒരേ ഒരു ചിന്ത എന്താ? കർത്താവേ കർത്താവേ എന്നുള്ള ചിന്ത മാത്രമുള്ള ഹാലേലിയ അവരിൽ ഹാലേലിയ അവരെ എന്താ പറയുക, ഏകാഗ്ര ചിത്തന്മാരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. അപ്പം ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എന്താ പറയുക? ദൈവത്തിന്റെ ബലം ഒന്ന് കാണിക്കണം, ദൈവത്തിന്റെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കണം. ഹാലയില് അതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന, അല്ലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ മാത്രം അവരെ അന്വേഷിക്കുക. ഭൂമിയെ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നത്, ദൈവം നോക്കുമ്പോൾ ഒറ്റ ഒരുത്തരും ഇല്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിൽ എന്താ ചിന്തകളായിരിക്കും കടന്നു പോകുന്നത്, അല്ലെ? ചർച്ചിൽ പോയിരുന്ന് ആരാധിക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ ചിന്തകളാണ് കയറി വരുന്നത്, അല്ലെ? കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ദൈവമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയാമല്ലോ, നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് അറിയാമല്ലോ. അത് ഇത് രണ്ടും കൂടെ കണക്ട് ആകണം. എന്നാൽ മാത്രം നമുക്ക് ദൈവം കാണിക്കുന്ന വിഷൻസ് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും, വെളിപ്പാട് ദർശനം ഇതൊക്കെ വരുത്തുള്ളൂ. അപ്പൊ ഇത് കണക്ട് ആകുന്ന എങ്ങനെയാ? നമ്മുടെ ഹൃദയത്തിൽ മറ്റു ചിന്തകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്ട് ആകാൻ പറ്റും. നമ്മുടെ ഹൃദയം ഇങ്ങനെ, നമ്മൾ ചില പടത്തിലെ നമ്മളെങ്ങനെ ഇരിക്കും, മനസ്സിങ്ങനെ ഊടാടിക്കൊണ്ടേയിരിക്കുക, അല്ലെ? എവിടെയൊക്കെ വരെ പോകും നമ്മള്? താമസിച്ച് അമേരിക്കയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. കാരണം മനസ്സിന് എവിടെ വേണം പോവാം, ഹൃദയത്തില് അത് എവിടെ എളുപ്പം, അല്ലേ? കാരണം നമ്മുടെ ചിന്ത, ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുഞ്ഞൊക്കെ എവിടെങ്കിലും പരിയൊക്കെ നമ്മുടെ ചിന്ത മൊത്തം പിന്നെ അവരെ കുറിച്ചാണ്. നമ്മുടെ തലയിൽ ഇതൊക്കെ കയറിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന നമ്മുടെ ഹൃദയം ഒരിക്കലും ഏകാഗ്ര ചിത്തരായിരിക്കും നമുക്ക് പറ്റത്തില്ല. കാരണം ഒറ്റ എന്ന് വെച്ചാൽ ഒന്ന് ഒറ്റ ഹൃദയം എന്താ പറയുക, ദൈവത്തിന്റെ ഹൃദയത്തോട് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഹൃദയം ഇങ്ങനെ. പക്ഷെ ദൈവം അങ്ങനെയുള്ളവര് ദൈവത്തോട് അല്ലെങ്കിൽ ഒറ്റ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റാരുമില്ല, ഒരാളേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ മുറികളൊക്കെ തുറന്നു നോക്കി അറിയാം നമുക്ക് അവിടെയൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, എത്ര വിഗ്രഹങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അവിടെ ഹൃദയം ഏകാഗ്ര ചിത്ത. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താ, ദൈവം തന്റെ ബലം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ദൈവം അവര് ചോദിക്കുന്നതിന് മുമ്പ്, അവർ ചിന്തിക്കുന്നതിന് മുമ്പ് അവരുടെ അനുഗ്രഹിക്കുന്ന കാണാൻ എന്തൊക്കെ. എന്താ പറയാ, നമ്മൾ പറഞ്ഞ ദാവീദിനെ തന്നെ എടുത്തു. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് ഒരിക്കലും ഒരു ഇസ്രായേലിന്റെ രാജാവായിരിക്കാനോ അത്രത്തോളം നന്നായി ഭരണം ചെയ്യാൻ, അത്ര യുദ്ധങ്ങൾ ജയിക്കുവാനോ ഉള്ള നമുക്ക് ഇവിടെ കാണുന്നത് പൊക്കമോ വണ്ണമോ ഒന്നും നീ നോക്കല്. എന്ന് വെച്ചാൽ ദാവീദ് അത് ഉണ്ടായിരുന്നില്ല എന്നുള്ള നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് ഏത് യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ ദാവീദ് ഒരിടത്ത് പോലും പരാജയപ്പെട്ടിട്ടില്ല, അല്ലെ? എന്താ ദാവീദ് എന്ന യുദ്ധങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു പടച്ചിട്ട് ഇടാൻ പോലും ദാവീദിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കാണുന്നത് ആദ്യം ചെല്ലുമ്പോഴത്തെ, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റത്തില്ല, നമ്മൾ ഒരു കളയാം. അപ്പൊ ദാവീദ് എപ്പോഴും ദാവീദ് യുദ്ധം ജയിച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ദൈവത്താൽ തന്നെ ജയിച്ചു. അതുകൊണ്ട് ദാവീദ് എഴുതി വെച്ചത്, നിന്നാൽ ഞാൻ പടക്കൂട്ടർ പാകിയല്ല, ദൈവത്താൽ ഞാൻ മതിൽ ചാടും. കാരണം യഹോവയുടെ നാമത്തിലാണ്. അപ്പൊ ദൈവത്തോട് ഹൃദയത്തോട് ആ ദൈവമേ കർത്താവിൽ മാത്രം ആശ്രയിച്ചതായത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആരെ ആശ്രയിക്കുന്നു വലിയ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്നു, എനിക്കിപ്പോ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്റെ മുമ്പിലേക്ക് ഓടി വരുന്ന മുഖം ആരുടെയാണ്? അത് ഇമ്പോർട്ടൻ്റാ. കാരണം വെച്ചാൽ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്കിന്നൊരു ആവശ്യമുണ്ട്, സാറാമ്മ സിസ്റ്റർ. അങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്ന മുഖമെങ്കിൽ അത് ഞാൻ ആശ്രയിക്കുന്ന ആരില്ല? സാറാമ്മ സിസ്റ്ററില്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട മുഖമാണ് കർത്താവിന്റെ മുഖം മാത്രമേ വരാൻ പാടുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൽ മാത്രം എന്ത് കാര്യമാണ്, ഇപ്പൊ സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബത്തെ വിഷയമല്ല, കുഞ്ഞുങ്ങളുടെ വിഷയം, എന്ത് വിഷയം വന്നാലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒറ്റ മുഖം വരാൻ പാടുള്ളൂ.
അതാ നമുക്ക് ഏത് അവസ്ഥയിൽ പോയാലും അത് മാറാൻ പാടില്ല. ഹാലെ കർത്തൃ ദിവസത്തിലായിട്ട് പത്മോസിന്റെ ഏകാന്തയെ കൊണ്ടിട്ടിട്ടും ആ ഇരുട്ട് പിടിച്ച അവസ്ഥയിലായിരുന്നിട്ട് ഹാലയിലെ ആമ ആത്മവിവശനായെങ്കിൽ ഹാലയിലെ അവിടെ യോഹന്നാന്റെ ഉള്ളിൽ ഒറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളത് കർത്താവിന്റെ മുഖമാണ്. അതുകൊണ്ടാണ് അവിടെ ആത്മവിവശനാകാൻ പറ്റിയത്. ഹാലൂയ. അവിടെ മുട്ടുമടക്കാൻ പറ്റിയത്. ഹാലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരിക്കുമ്പോഴും ഏത് കൂരിൽ പോയാലും ഏത് അവസ്ഥയിൽ കടന്നാലും നമുക്കൊരു ഒറ്റ ആശ്രയം ഉണ്ടാകും. അവിടെയാണ് ഏക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ട ദൈവത്തിന്റെ ബലത്തെ അവിടെ യോഹന്നാന് വേണ്ടിയിട്ട് സ്വർഗം തുറന്നു അവിടെ. ഹാലൂയ. ദൈവം ഇറങ്ങി വന്ന് എന്നിട്ട് വന്ന് ഇവിടെ കയറി വന്ന് പറഞ്ഞു അപ്പൊ ഇത് എന്തുകൊണ്ടാ സംഭവിച്ച ആ ദിവസം പോലെ അവസ്ഥയെ പോലെ ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിലുള്ള വിശ്വസ്തത സ്നേഹം ഇതൊന്നും കളഞ്ഞില്ല. ഒരുപാട് വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട് അങ്ങനെ വായിക്കാനാണെങ്കിൽ ഞാൻ എല്ലാ വാക്യമൊന്നും വായിക്കാൻ പോകുന്നില്ല. അടുത്ത സദൃശ്യവാക്യങ്ങൾ 4:23 ഒന്ന് വായിക്കാവോ? സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ കാക്കണം ദൈവം പറഞ്ഞേക്കുന്നത്? സകല ജാഗ്രതയോടും കൂടെ. എന്ന് വെച്ചാ ഹാലേലിയ ഇന്ന് തുടങ്ങി പോയിട്ട് ഹൃദയത്തിനൊരു അറയൊക്കെ പണിഞ്ഞ് അല്ലെങ്കിൽ ഒരു പടച്ചട്ടയൊക്കെ പണിഞ്ഞിട്ട് ഹൃദയം ഒന്നും തട്ടാതെ നോക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലേലിയ നിന്റെ ഹൃദയത്തിൽ ഹാലേലിയ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും കുത്തി നിറയ്ക്കാൻ ഇടയാകരുത്. കാരണം അവിടെ ജീവന്റെ ഉറവ അവിടെയാ. അവിടെയാണ് എന്താ പറയാ നമ്മുടെ ഹൃദയം. നമ്മൾക്കറിയാം ഹാർട്ടിൽ നിന്നാണ് ബ്ലഡിന്റെ പമ്പ്. ശരി, നമ്മുടെ ജീവൻ എവിടെ നിൽക്കുന്നത് വെച്ചാ നമ്മുടെ ജീവൻ ബ്ലഡിലാ അല്ലേ? രക്തത്തിലാണ് ജീവനുള്ളത്. അപ്പൊ അത് ജീവന്റെ ഉറവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് എടുക്കാം പക്ഷെ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ജാഗ്രതയോടെ കാത്തുള്ള. കാരണം അതിനകത്ത് ജാഗ്രതയോടെ കാത്തുള്ള വെച്ചാൽ എപ്പോ വേണമെങ്കിലും ഇതിലേക്ക് എന്ത് വെള്ളം ചാടി കയറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അതിർത്തിയിൽ പട്ടാളക്കാര് ജാഗ്രതയോടെ അതിർത്തി കാക്കുന്നത് എന്താ വെച്ചാൽ ഏത് സമയത്ത് വേണേലും ശത്രു നൂർന്ന് കയറാനായിട്ട് ഇടയുണ്ട്. നമ്മുടെ ചില കുഞ്ഞുങ്ങളെയൊക്കെ കാണാം, ഈ പ്രേമമൊക്കെ കയറി കഴിഞ്ഞാല് പിന്നെ അവര് മാതാപിതാക്കന്മാരാകട്ടെ ബന്ധുക്കളാകട്ടെ സ്വന്തക്കാരായിട്ട് ആര് പറഞ്ഞാൽ അവര് കേൾക്കത്തില്ല. കാരണം അവരുടെ ഹൃദയം ഒരാൾ കവർന്നു എന്ന് പറയും നമ്മള് അല്ലേ? ആര് പറഞ്ഞ അവരുടെ തലയിട്ട് ചിലപ്പോ നമുക്ക് എത്രയോ നമുക്ക് ശരിക്കും സങ്കടം. ബന്ധക്കോസ്ത് പാരമ്പര്യ ബന്ധക്കോസ്ത് ജനിച്ച കുഞ്ഞുങ്ങൾ പോലും മറ്റുള്ള നാമധേയ ക്രിസ്ത്യാനികളുടെയും മറ്റുള്ള ജാതികളുടെ ഒക്കെ പിറകെ പോകുമ്പോൾ മാതാപിതാക്കന്മാർ എത്ര ഉപദേശിച്ചാൽ അവർ കേൾക്കത്തില്ല അന്നേരം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഉള്ളിലേക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാതെ അവരുടെ ഹൃദയത്തിൽ ആരെ ഇപ്പൊ നിറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൃദയത്തെ നമുക്ക് അത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല വലിയവരുടെ കാര്യത്തിലാണെങ്കിലും ദൈവദാസന്മാരാന്ന് പറഞ്ഞാലും വൃതന്മാരാന്ന് പറഞ്ഞാലും ഒക്കെ അവരെ കൂടെ തെറ്റിച്ചിടുന്ന കാലഘട്ടം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിലേക്ക് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ എടുത്തു കളയാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഹൃദയത്തെ അതിനോട് ദൈവം ജാഗ്രതയോടെ കാത്തുകൊള്ളണം. ഏറ്റവും സൂക്ഷ്മമായിട്ട് ഏറ്റവും സകല ജാഗ്രതയോടും കൂടെ നീ ഹൃദയത്തെ കാത്ത. അപ്പൊ സകല ജാഗ്രത നമ്മുടെ ഹൃദയത്തിലേക്ക് അഴുക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരാളോട് വെറുപ്പാണെങ്കിലും പകയാണെങ്കിലും വിദ്വേഷം ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി സകല ജാഗ്രതയോട് നമ്മൾ ഹൃദയത്തെ കാത്തു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രത. ഒരു വാക്കും കൂടെ വായിച്ച് നമുക്ക് അമ്മയിലേക്ക് മടങ്ങി ഒരുപാട് മുമ്പോട്ട് പോയി. ആമേൻ സ്തോത്രം. ആമേൻ. ലൂക്കോസിന്റെ പുസ്തകം 6:45 ഒന്ന് വായിച്ചു സിസ്റ്റർ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. സ്തോത്രം 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 സ്തോത്രം. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കും. ദുഷ്ട മനുഷ്യൻ എന്താ പറയാ? ദോഷമായ ദോഷം പുറപ്പെടുവിച്ചു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് നമ്മുടെ വായ പ്രസ്താവിക്കുന്നത്. നേരത്തെ ഞാൻ പറയാം, ഞാൻ ഏത് വാക്യം തുടങ്ങിയാലും വായിച്ചു തുടങ്ങിയാലും
പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ദൈവത്തെ ഒന്ന് പരിശുദ്ധാത്മാവിൽ കയറും, അല്ലെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ കയറി. അല്ലേ? അപ്പൊ എന്റെ പാട്ടുകളെടുത്താൽ ഏത് പാട്ട് എഴുതിയാലും അതിനകത്ത് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരും. ഹാലേ. അവിടെ എല്ലാം യേശു എന്റെ സ്നേഹം ഒന്ന് അമ്മ ഹാലേ. ആ ഒരു ഇതിൽ നിന്നല്ല ദൈവം അമ്മ എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വാക്യം അത് ഒരു ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. അപ്പൊ അതെല്ലായിടവും കയറി വരും. ഹാലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് എഴുതി വന്നാൽ എന്ത് എഴുതി വന്നാലും ആദ്യമായിട്ട് ഞാൻ എഴുതിയ ആർട്ടിക്കിളും ദൈവസ്നേഹത്തിൽ നിന്നും പറഞ്ഞാണ്. ഹാലേ. ഇങ്ങനെ എവിടെ വന്നാലും അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ നമുക്ക് അത് പുറത്തു വരും. ഭയമാണെങ്കിൽ അത് പുറത്തു വരും. അല്ലേ? നമ്മൾ പറയുമ്പോൾ അല്ലെ അത് വരുന്നത്. അപ്പൊ നമ്മളുടെ ഹൃദയം എന്താണോ അത്, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നല്ലത് നമ്മൾ ചിന്തിച്ചാൽ നല്ലത് പുറത്തു വരും. അല്ലെ? ദുഷ്ടത ചിന്തിച്ചാൽ ദുഷ്ടത പുറത്തു വരും. എന്താണോ അകത്തുള്ളത് അതേ പുറത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാ അത് ഹൃദയം അതരം സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം ഇന്നത്തെ ദിവസം സബ്ജക്ട് നമ്മൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയത്തിലേക്ക് നോക്കും. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയം എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കാം. ഹൃദയത്തിൽ വരുന്ന ഒരു ചിന്ത വരുന്നതിന് മുമ്പ് പോലും നമ്മൾ എന്താ ചിന്തിക്കാൻ പോകും, നമ്മൾ പ്രവർത്തിക്കാൻ പോകും, ഇതെല്ലാം ദൈവത്തിന് അറിയാം. അപ്പൊ നമ്മുടെ ഹൃദയത്തെ വളരെ ജാഗ്രതയോടെ സദൃശവാക്യത്തിൽ പറഞ്ഞ പോലെ സകല ജാഗ്രതയോടും ഈ ദിവസങ്ങളിൽ ഹൃദയത്തെ കാത്തുകൊള്ളും. കാരണം നമ്മുടെ ഹൃദയത്തിനനുസരിച്ച ഹൃദയത്തിലെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എല്ലാ നല്ല ഇഷ്ടങ്ങളെ അറിയും ദൈവം. നമുക്ക് എല്ലാ നല്ല ഇഷ്ടങ്ങളെ നമുക്ക് സാധിക്കുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം എന്താ പറയാ, ദൈവത്തിന് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഹൃദയത്തിൽ ദൈവത്തെ ഫോളോ ചെയ്യാൻ ദൈവത്തെ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ബലം ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് ദൈവം നോക്കിയിരിക്കുകയാണ്. ദൈവം നമ്മളെ അങ്ങനെ പ്രകടിപ്പിക്കാൻ നോക്കിയിരിക്കുമ്പം നമ്മൾ എന്തായിരിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച്, ദൈവത്തിൽ മാത്രം വിശ്വസിച്ച്, ദൈവത്തിൽ മാത്രം ഹൃദയത്തെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ബലം വരും. നമുക്ക് വേണ്ടി ഒരു ഭൂമിയിൽ ഒരു ശക്തിക്ക് നമ്മളെ ജയിക്കാൻ കഴിയാതെ ദൈവത്തിന്റെ ബലം നമുക്ക് വേണ്ടി പുറപ്പെടും. ശമൂവേലിലൂടെ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യൻ പുറമേയുള്ളൂ. നമ്മളതൊക്കെ മനുഷ്യർ പലതും തിരിച്ചോട്ടെ, നമ്മുടെ ഡ്രസ് കോഡ് കണ്ടിട്ടോ നമ്മുടെ സംസാരം കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന കണ്ടിട്ടോ പുറമേ ഉള്ള പലതും ഞാൻ എനിക്ക് ദൈവം എന്നോട് ഈ വചനം ദൈവം എന്തായാലും വിട്ട വെച്ചാൽ ഞാൻ ആഭരണം ഇടുന്നതിനെ കുറിച്ച് ലൂയ സഹോദരൻ ആദ്യം സംസാരിച്ച ആഭരണം ഉരുന്നെ കുറിച്ച് ഞാൻ പറഞ്ഞു ദൈവത്തോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം എന്നോട് സംസാരിച്ച വാക്യമാണ് ഹാലേലൂയ. അന്ന് മനുഷ്യൻ പുറമേ ഉള്ള നോക്കിയ ഹൃദയത്തിലേക്ക് നോക്കുന്നത്. ദൈവം നമ്മുടെ ആഭരണം ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ വെള്ള ഇട്ടിട്ടുണ്ടോ, നിങ്ങൾ കറുപ്പിട്ടിട്ടുണ്ടോ, നിങ്ങൾ ചുവപ്പ് വസ്ത്രം ഇട്ടോ ഒന്നുമല്ല നോക്കുന്നത്. ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, ദൈവത്തോട് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ദൈവത്തിന് അറിയാം. ഹാലേലൂയ. നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയത് പോലും ദൈവത്തെ പിൻപറ്റിയത് പോലും എന്ത് ഉദ്ദേശത്ത്? പലർക്കും രോഗം മാറാനായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് കടഭാരം മാറാനായിരിക്കും, ചിലർക്ക് ജോലി കിട്ടാനായിരിക്കും, പല ആവശ്യങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് വന്നത്. പക്ഷേ ഇതൊന്നും ഇല്ല. നിങ്ങൾ എന്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിച്ചു എന്ന് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്തിനു വേണ്ടി ദൈവം നിൽക്കുന്നു എന്നുള്ള ദൈവം ഇമ്പോർട്ടന്റ്. പലപ്പോഴും കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കാട്ടി ഒരു കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചില്ലെങ്കിലും ഹാലേലൂയ ദൈവം എന്നെ വിടുവിച്ചാലും ശരി, ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിലും ശരി, നിബൂഖദ്നേസരേ നിന്റെ ദൈവത്തെ ഇതേ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞതുപോലെ ശദ്രക്ക് മേശം പോലെ നമ്മുടെ ദൈവം വിടുവിക്കാതിരിക്കുക. പക്ഷെ മറ്റൊന്നിനെ അന്വേഷിച്ച് ഞാൻ പോകത്തില്ല. ഇത് തന്നെയായിരിക്കണം. ആവശ്യത്തിന് വേണ്ടി അവിടെയും പോയി കുമ്പിട്ട് ഇവിടെയും പോയി കുമ്പിട്ട് അവിടെ ഓടി ഇവിടെ ഓടി നടക്കുന്നവരല്ല ദൈവത്തിന് ഇഷ്ടം. നമ്മൾ ദൈവസന്നിധി ഉറച്ചു നിൽക്കുന്നവരാണ്. വിശ്വാസത്തിൽ വന്നിട്ട് പലരും പിന്മാറിപ്പോന്നതിന്റെ കാരണം എന്താണ്? വിശ്വാസത്തിന് ഒരുപാട് പ്രോഫസി ഒക്കെ അവർ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ അതാകും, നിങ്ങൾ ഇതാകും, നിങ്ങൾ അവിടെ പോകും, നിങ്ങൾ ഇവിടെ പോകുന്നു. പക്ഷേ നടക്കാതാകുമ്പോൾ അവരെന്താ പറയാ, അവരെ അടുത്ത ദൈവത്തിനെ അന്വേഷിച്ചു പോകുന്നു. കാരണം എന്താ? എനിക്ക് എന്ത് ലഭിക്കും, ഇതാണ് അവരന്വേഷിക്കുന്നത്. നമ്മുടെ വയറിന് എന്ത് കിട്ടുമെന്ന് അങ്ങനെ നോക്കുന്നവരല്ല ദൈവത്തിന് ഇഷ്ടം. ലൂയ. നമ്മളെ ദൈവം നമ്മുടെ ദൈവത്തെ കിട്ടിയാലും ശരി കിട്ടിയില്ലേലും ശരി, എനിക്ക് നടന്നാലും ശരി നടന്നില്ലേ ശരി, നൽകിയാലും ശരി നൽകിയില്ലെങ്കിലും ശരി, ഞാൻ അറിഞ്ഞ സത്യം എന്റെ കർത്താവിന് വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല. ഈ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം അതിനെയാണ് മാനിക്കുന്നത്. ആമേൻ. സ്തോത്ര. ഹാലലിയ. വായിച്ചു നിർത്തി വാക്കിയതാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്ന ഉയരമോ പൊക്കമൊക്കെ നോക്കി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുമ്പോൾ നമ്മൾ ഇനി മുതൽ പുറമേ ഉള്ളത് കണ്ട് ആരെയും വിധിക്കാൻ നിൽക്കരുത്. ഹാലലിയ. കാരണം അവരുടെ ഹൃദയം എന്താണെന്ന് നമുക്കറിയില്ല, ഒരാളുടെ മനസ്സെന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഹാലലിയ നമ്മൾ വിധിക്കുന്ന ഹാലലിയ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് ഹാലലിയ നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ഏകാഗ്രചിത്തരായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ വചനത്തത് വല്ല അനുഗ്രഹിക്കും മറകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.